ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പ്രോഗ്രാമേ. അപ്പോൾ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാകാൻ പോവുകയാണ്. ഇപ്പോൾ 11:45 ആവാറായിട്ടുണ്ട്. 2 മണി ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം. ഇവിടെ അടുത്ത് തന്നെ ഇണ്ടിളപ്പൻ ക്ഷേത്രം എന്ന് പറയാം, അതിൻ്റെ അടുത്തുള്ള ഒരു കരയോഗത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയാകാൻ പോവാണ്. ഫേസൊക്കെ വാഷ് ചെയ്തു നന്നായിട്ട്. പിന്നെ ഇനി മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഇടുന്നില്ല, മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. പിന്നെ ഞാൻ ഡാൻസ് പറ്റുമെങ്കിൽ ലൈവ് ഇടാവേ. ഇതിപ്പോൾ എന്തായാലും ഞാൻ അത് കഴിഞ്ഞിട്ടല്ലേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഒരു പക്ഷേ കോപ്പിറൈറ്റാനും വരുവാണെങ്കിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ നോക്കാം ലൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് മേക്കപ്പ് ചെയ്യട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ സ്റ്റേജിൽ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് റെഡി ആവട്ടെ. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ചെല്ലണം. എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ പോലെ കറക്റ്റായിട്ട് കളിക്കാൻ പറ്റുന്ന ഈശ്വരാ എന്ന് എൻ്റെ പ്രാർത്ഥന. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആയിട്ട് കാണാവേ. അപ്പോൾ ഈ ചാനൽ, അതിന് മുന്നേ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് റെഡി ആവട്ടെ. ഇനി വൈകിയ ശരിയാവത്തില്ല, ഞാൻ ഒറ്റയ്ക്കാണ് മേക്കപ്പൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ. ഹലോ, ഞാൻ മേക്കപ്പൊക്കെ കഴിഞ്ഞാട്ടോ. ഇനി ഡ്രസ്സും കൂടി ഇട്ടാൽ മതി. ഇത് മാറ്റിയിട്ട് ഡ്രസ്സ് ഞാൻ ഇന്നലെ കാണിച്ചില്ല, അത് തന്നെ. അപ്പോൾ ഒരുങ്ങിയേക്കാം. കുച്ചിപ്പൊടിക്ക് ഇവിടെ ഇങ്ങനെ ഒരു വടയൊക്കെ വരും. പക്ഷേ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പൂവും കൂടെ വെക്കണമായിരുന്നേ. പക്ഷേ അത് എൻ്റെ കയ്യിലുള്ള പൂവ് വെച്ചാൽ ഈ വടയൊന്നും കാണത്തില്ല, കുറച്ചുകൂടെ പൊങ്ങിയിരിക്കും. നമുക്ക് ഒരാളുടെ കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാനും മോളും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ കെട്ടി വെച്ചതാണ്. പിന്നെന്താണ്, ചെറിയൊരു ടെൻഷനുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇനി എന്തെങ്കിലും കുറച്ചൊന്ന് കഴിക്കണം. ഒരുപാട് കഴിച്ചാൽ വയറുവേദന എടുക്കും. കുറച്ചൊന്ന് കഴിക്കുക, റെഡിയായി പോവാം. ഇപ്പോൾ 12:45 ഉള്ളൂ. 2 മണിയാകുമ്പോൾ അവിടെ എത്തണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാനെന്തായാലും റെഡി ആയിരിക്കും. നിങ്ങൾക്ക് മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ? കണ്ണിൻ്റെ മേക്കപ്പ് കണ്ട? ഐലാഷ് വെച്ചപ്പോഴത്തേക്കേ ഒരു സൺഷെയ്ഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ ഒരു സാധനം. കുറച്ച് നല്ല ലാഷസ്, ഒരുപാട് തിങ്ങി ഞെരുങ്ങിയ ലാഷസാണ്, അതുകൊണ്ടാണ്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോഗ്രാമിലോട്ട് പോവാം. എന്തായാലും ഇനി ഫുള്ള് റെഡി ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഞാനിന്ന് മറ്റേ താഴോട്ടുള്ള മുടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ, മൊത്തം പുട്ടപ്പ് ചെയ്തിട്ടുള്ള കെട്ടലാണ്. അത് വേണ്ടെന്ന് വിചാരിച്ചു. എനിക്കത് ഭയങ്കര വെയിറ്റാണ് ആ മുടി, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. എന്തായാലും റെഡി ആവട്ടെ ബാക്കിയും കൂടി. ഓക്കെ. ഹലോ, അങ്ങനെ ഞാൻ വേഷമൊക്കെ എല്ലാം ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടോ, ഫുള്ളായിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നണം. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെടാത്ത പോലെ എൻ്റെ ഫേസ്. പിന്നെ അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ. നെഞ്ചിടിക്കുന്നോ. അപ്പോൾ ടീച്ചറിനെയൊക്കെ രാവിലെ വിളിച്ചു, അനുഗ്രഹമൊക്കെ വാങ്ങി. പിന്നെ ഇനി പോവുക, കളിക്കുക, വരിക. ഇനി അതിന് ശേഷമുള്ള ഇത് ഞാൻ പറയാമേ. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെ കേട്ടോ. ചേട്ടനാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ല വേറെ ആരും കൊണ്ടുപോകാനില്ലെന്ന്. പക്ഷേ ഇന്നിപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നിപ്പോൾ ക്യാൻസലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ചേട്ടനുണ്ട്. ചേട്ടനെ ഞാനും കൂടിയിട്ട് പോയി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഞാൻ എൻ്റെ ഫുള്ള് ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫുള്ളായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കുച്ചിപ്പൊടിയുടെ ഡ്രസ്സാകുമ്പോൾ ഇങ്ങനെ ബാക്കിൽ വാലും സൈഡിൽ തൊങ്ങലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആ ഫ്രണ്ടിലത്തെ പ്ലീറ്റ് കണ്ട അങ്ങ് ഒരുപാട് താഴെയാണ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ താന്ന് നിൽക്കുമ്പോൾ അങ്ങ് തറയിൽ മുട്ടും. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാം റെഡിയായി സെറ്റായി.
അത് നമ്മൾ പോവാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇൻഡ്ലൈപ്പൻ ക്ഷേത്രം. അവിടെ വെച്ചും പ്രോഗ്രാമൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ട് നമ്മുടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ റൈറ്റിലോട്ട് തിരിയുമ്പോഴാണ് അമ്പലക്കുളമൊക്കെ ഉള്ളത്. അമ്പലക്കുളം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് കരയോഗം ഉള്ളത് കേട്ടോ. കരയോഗം ഞാൻ ആദ്യമായിട്ടും കാണുന്നത്, ചേട്ടനറിയായിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ അവിടേക്ക് പോകുന്ന കുട്ടികളാണ് കേട്ടോ ഈ നടന്നു പോകുന്നതൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവർ ഇതേപോലെയുള്ള ഡാൻസുകൾക്കും ഓരോ മൈമിങ്ങിന് അങ്ങനെയൊക്കെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അവിടെ വേഷം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടോ ഇതൊക്കെ ഒരേപോലെയുള്ള ഡാൻസൊക്കെ ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ. അവരൊക്കെ വേഷമൊക്കെ ഇട്ട് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ പോയിട്ടൊക്കെ വരുവാണേ. അപ്പോൾ ഇതാണ് NSS കരയോഗം. അവിടെ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അവിടെ കയറി അവിടെ സ്റ്റേജൊക്കെ കെട്ടിയതാണ് കേട്ടോ, തടി വെച്ചിട്ട്. അത് കുറച്ച് ഫ്ലോർ കുറച്ചിങ്ങനെ ഇങ്ങനെ പൊങ്ങിയും താന്നും അതുകൊണ്ട് എനിക്ക് കളിക്കാനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും ചിന്നും ഉണ്ടായിരുന്നു കേട്ടോ. ചിന്നു സ്കൂട്ടിയിൽ അങ്ങ് വന്നു, ഞാനും ചേട്ടനും കൂടെ കാറിലങ്ങ് പോയി. അങ്ങനെയായിരുന്നു. പിന്നെ പ്രോഗ്രാമൊക്കെ നടന്നു. ഞാനും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റി. നല്ല അഭിപ്രായമായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ഈ കളിക്കുമ്പോഴത്തേക്കും ഈ കളർ ലൈറ്റ് വന്നത് അത്ര ഒരു സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് അവിടെ ആ ലൈറ്റ് ചെയ്യുന്ന ആ ആൾക്ക് അത്ര അറിയില്ലായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ക്ലാസിക്കൽ ഡാൻസൊക്കെ കളിക്കുന്ന സമയത്ത് വെള്ള വെളിച്ചമാണ് സാധാരണ ഇടാനുള്ളത്. അപ്പോഴത്തേക്കും അത് മാറ്റാനായിട്ട് മറന്നുപോയതാണ് സംഭവം. അതുകൊണ്ട് കുറേ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തതും ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നേ. ഞാനത് ഇതിൽ പറയുന്നുണ്ട് ലൈവിൻ്റെ കാര്യം. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് അത് മുന്നേ കൂട്ടി അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ലൈവ് പോയിട്ടുണ്ടെങ്കിലും ഈ കറക്റ്റ് നെറ്റ് കവറേജ് കിട്ടാത്തത് കൊണ്ടും ഈ ലൈറ്റിൻ്റെ ഈ ഒരു ഇഷ്യൂ കാരണവും എനിക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ ഒന്നും വ്യക്തമല്ല. കോപ്പിറൈറ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് പാട്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരാൾ നിന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കളിക്കുന്നു, പാട്ട് ക്ലിയർ അല്ല, ഒന്നുമല്ല കേട്ടോ. അങ്ങനെ 1-2 പേര് കാണുകയും ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആക്കുകയാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കത് കാണാൻ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഡാൻസിൻ്റെ കുറച്ചൊരു പോർഷൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പാട്ട് എന്തായാലും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ കളിക്കുകയും അവരുടെ അംഗീകാരം പറ്റുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു അനുഭവമാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. അതിന് എന്നെ പ്രാപ്തിയാക്കി എൻ്റെ ഗുരുനാഥയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇവിടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് വിളിച്ച മാസ്റ്റേഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുപാട് നന്ദിയുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുവാണ്. അപ്പോൾ ഡാൻസൊക്കെ നല്ല രീതിയിൽ കളിക്കാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ ഒത്തിരിയും സ്റ്റുഡൻസും പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും അപ്രീസിയേഷൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾ ഡാൻസിൻ്റെ കുറച്ച് ഭാഗമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ ഒരുപാടൊന്നുമില്ല. അപ്പോൾ ചേട്ടനാണ് വീഡിയോ എടുത്തത്. എൻ്റെ ഫോണിൽ ലൈവ് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയായിരുന്നു. ഹലോ, അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുന്നാന്ന് തോന്നുന്നത്. ഞാൻ ലൈവ് വന്നിട്ടുണ്ട്. അത് കോപ്പിറൈറ്റ് ആവുകയാണെങ്കിൽ ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഡാൻസ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എന്താടാ ഞാൻ വന്ന് കയറിയ ഉടനെ യോജിട്ടും തെറ്റിച്ച് കളിച്ചോ, നന്നായിട്ട് കളിച്ചോ എന്നൊക്കെയാണ് ചോദിച്ചേട്ടാ. ഞാൻ പറഞ്ഞിട്ടാണ് പോയത് നല്ലത് പ്രാർത്ഥിക്കണേ എന്നൊക്കെ. പക്ഷേ ഇടയ്ക്ക് കയറുമ്പോൾ ചെറിയൊരു മൈൻഡ് ഔട്ട് വരുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്നിങ്ങ് പോന്നു. എനിക്കൊന്ന് എന്തോ പോലെ ഭയങ്കര ചൂടും ഒക്കെ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ചേട്ടനും പെട്ടെന്നിങ്ങ് വരണമെന്ന് പറഞ്ഞാൽ പെട്ടെന്നിങ്ങ് പോകുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെന്താണ്, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ പറഞ്ഞിരുന്നതാ. ബൈ. ഹലോ, ഇന്നലെ ഞാൻ മൈൻഡപ്പൊക്കെ ചെയ്തിട്ട് പോയതാണ് കേട്ടോ വീഡിയോ. ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും വന്നു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് അവിടെ സമ്മാനദാനവും അങ്ങനെ ആദരിക്കൽ ചടങ്ങുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിന് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല.
അപ്പോൾ അതിൻ്റെ എനിക്കുള്ള ആദരം ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതേ കണ്ടോ. അപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇന്നലെ അവിടെ ചെന്ന് എനിക്ക് വന്ന ഒരു സിനി ആർട്ടിസ്റ്റ് അഡ്വക്കേറ്റ് മാളവിക ആണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ അപ്പോഴേങ്ങ് വന്നില്ലേ, അവിടെ നിന്നിട്ട് അതൊരു ചെറിയൊരു ഹാളായിരുന്നു, ഭയങ്കര വലിയ ഹാളൊന്നും അല്ലായിരുന്നു, ഒരു കരയോഗം ഹാളിൽ വെച്ചിട്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതും കൂടി നിങ്ങൾ കാണിച്ചതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ എനിക്കുള്ള ആദരവൊക്കെ കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതേ കണ്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിന് മുന്നേയും സ്റ്റേജിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എനിക്കിതുപോലെ സ്റ്റേജിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി കളിച്ചിട്ട് എനിക്കിങ്ങനെ ആദരിക്കൽ ചടങ്ങ് ഇങ്ങനെ ആദരിക്കൽ ചടങ്ങല്ല, മറ്റേ എന്താ പറയുന്നത്, ഇങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് വന്നിട്ട് തന്നത്, ഞാൻ പറഞ്ഞില്ലേ രഞ്ജിത്ത്. അപ്പോൾ വന്നിട്ട് എനിക്ക് തന്നു. അന്നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് വന്നിട്ട് അങ്ങ് തന്നിട്ട് അങ്ങ് പോയി, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഞാനപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോ കൂടി ഞാൻ എന്തായാലും കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും വൈൻഡപ്പ് ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ദിവസം കാണാം.